മൈ ടേൺ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെയും കുറിച്ച് പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ഈ ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എല്ലാവരും ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന്? ഒന്നാമത്തെ ഓപ്ഷൻ 1993 സെപ്റ്റംബർ 28, രണ്ടാമത്തെ ഓപ്ഷൻ 1993 സെപ്റ്റംബർ 13, മൂന്നാമത്തെ ഓപ്ഷൻ 1993 ഒക്ടോബർ 30, നാലാമത്തെ ഓപ്ഷൻ 1993 ഒക്ടോബർ 13. ഇവിടെ ഉത്തരം എ ആണ്. 1993 സെപ്റ്റംബർ 28, അതായത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്? ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ സെപ്റ്റംബർ 15, 1995. അടുത്ത ഓപ്ഷൻ ജനുവരി 31, 1992. മൂന്നാമത്തെ ഓപ്ഷൻ ഡിസംബർ 11, 1998. അടുത്ത ഓപ്ഷൻ ഒക്ടോബർ 12, 1993. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1993 ഒക്ടോബർ 12, അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ഒക്ടോബർ 12, 1993. അടുത്ത ചോദ്യം, 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ 1993 ഒക്ടോബർ 12, 1993 ജനുവരി 23, 1994 ജനുവരി 23, 1993 ഡിസംബർ 10. ഇവിടെ ഉത്തരം എ ആണ്. 1993 ഒക്ടോബർ 12. അടുത്ത ചോദ്യം, 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നതാര്? ഒന്നാമത്തെ ഓപ്ഷൻ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. രണ്ടാമത്തെ ഓപ്ഷൻ സുപ്രീം കോടതി ജഡ്ജ്. മൂന്നാമത്തെ ഓപ്ഷൻ ഏതെങ്കിലും ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്. നാലാമത്തെ ഓപ്ഷൻ ഹൈക്കോടതി ജഡ്ജ്. ഇവിടെ ഉത്തരം എ ആണ്. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? ഒന്നാമത്തെ ഓപ്ഷൻ രാഷ്ട്രപതി. രണ്ടാമത്തെ ഓപ്ഷൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. മൂന്നാമത്തെ ഓപ്ഷൻ പ്രധാനമന്ത്രി. നാലാമത്തെ ഓപ്ഷൻ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി. ഇവിടെ ഉത്തരം എ ആണ്. രാഷ്ട്രപതി. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ രാഷ്ട്രപതി. രണ്ടാമത്തെ ഓപ്ഷൻ പ്രധാനമന്ത്രി. മൂന്നാമത്തെ ഓപ്ഷൻ ഉപരാഷ്ട്രപതി. നാലാമത്തെ ഓപ്ഷൻ ലോകസഭ സ്പീക്കർ. ഇവിടെ ഉത്തരം എ ആണ്. രാഷ്ട്രപതി. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ഒന്നാമത്തെ ഓപ്ഷൻ അറ്റോർണി ജനറൽ. രണ്ടാമത്തെ ഓപ്ഷൻ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി. മൂന്നാമത്തെ ഓപ്ഷൻ റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. നാലാമത്തെ ഓപ്ഷൻ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം? ഒന്നാമത്തെ ഓപ്ഷൻ മുംബൈ. രണ്ടാമത്തെ ഓപ്ഷൻ കൊൽക്കത്ത. മൂന്നാമത്തെ ഓപ്ഷൻ ഹൈദരാബാദ്. നാലാമത്തെ ഓപ്ഷൻ ന്യൂഡൽഹി.
ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ന്യൂഡൽഹി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഒന്നാമത്തെ ഓപ്ഷൻ എസ് രാജേന്ദ്ര ബാബു, രണ്ടാമത്തെ ഓപ്ഷൻ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, മൂന്നാമത്തെ ഓപ്ഷൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര, നാലാമത്തെ ഓപ്ഷൻ ജസ്റ്റിസ് JS വർമ്മ. ഇവിടെ ഉത്തരം സി ആണ്, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. ഒന്നാമത്തെ ഓപ്ഷൻ സെക്രട്ടറി ജനറൽ, രണ്ടാമത്തെ ഓപ്ഷൻ അധ്യക്ഷൻ, മൂന്നാമത്തെ ഓപ്ഷൻ കമ്മീഷണർ, നാലാമത്തെ ഓപ്ഷൻ ഉപാധ്യക്ഷൻ. ഇവിടെ ഉത്തരം എ ആണ്, സെക്രട്ടറി ജനറൽ. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഒന്നാമത്തെ ഓപ്ഷൻ ഉപരാഷ്ട്രപതി, രണ്ടാമത്തെ ഓപ്ഷൻ ലോകസഭാ പ്രതിപക്ഷ നേതാവ്, മൂന്നാമത്തെ ഓപ്ഷൻ പ്രധാനമന്ത്രി, നാലാമത്തെ ഓപ്ഷൻ ഇതൊന്നുമല്ല. ഇവിടെ ഉത്തരം സി ആണ്, പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ രാഷ്ട്രപതി, രണ്ടാമത്തെ ഓപ്ഷൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, മൂന്നാമത്തെ ഓപ്ഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്, നാലാമത്തെ ഓപ്ഷൻ പ്രധാനമന്ത്രിക്ക്. ഇവിടെ ഉത്തരം സി ആണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ രാഷ്ട്രപതി, രണ്ടാമത്തെ ഓപ്ഷൻ ഉപരാഷ്ട്രപതി, മൂന്നാമത്തെ ഓപ്ഷൻ പ്രധാനമന്ത്രി, നാലാമത്തെ ഓപ്ഷൻ ലോകസഭാ സ്പീക്കർ. ഇവിടെ ഉത്തരം എ ആണ്, രാഷ്ട്രപതി. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഒന്നാമത്തെ ഓപ്ഷൻ പ്രധാനമന്ത്രി, രണ്ടാമത്തെ ഓപ്ഷൻ ലോകസഭാ സ്പീക്കർക്ക്, മൂന്നാമത്തെ ഓപ്ഷൻ രാഷ്ട്രപതിക്ക്, നാലാമത്തെ ഓപ്ഷൻ ഉപരാഷ്ട്രപതിക്ക്. ഇവിടെ ഉത്തരം സി ആണ്, രാഷ്ട്രപതിക്ക്. അടുത്ത ചോദ്യം, 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെക്കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏത്? ഇവിടെ ഉത്തരം ബി ആണ്, വകുപ്പ് 2(1)(c). അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മുൻ സുപ്രീം കോടതി ജഡ്ജിയും അംഗങ്ങളാണ്. രണ്ടാമത്തെ ഓപ്ഷൻ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മുൻ ഹൈക്കോടതി ജഡ്ജിയും അംഗങ്ങളാണ്. മൂന്നാമത്തെ ഓപ്ഷൻ മനുഷ്യാവകാശങ്ങളിൽ പ്രഗത്ഭരായ 2 പേർ ഇതിലെ അംഗങ്ങളാണ്. ഇവിടെ ഉത്തരം സി ആണ്, 1ഉം 3ഉമാണ് ശരി. 1ഉം 3ഉം ആണ് ശരി. അതായത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മുൻ സുപ്രീം കോടതി ജഡ്ജിയും അംഗങ്ങളാണ്. 2, മനുഷ്യാവകാശങ്ങളിൽ പ്രഗത്ഭരായ 2 പേർ ഇതിലെ അംഗങ്ങളാണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ ചില കേസുകളിൽ കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ കേസുകളിൽ ശിക്ഷാ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമേ കമ്മീഷനുള്ളൂ. മൂന്നാമത്തെ ഓപ്ഷൻ മനുഷ്യാവകാശ
ലംഘനമുണ്ടായാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസെടുക്കാനുള്ള അവകാശമുള്ളൂ. ഇവിടെ ഉത്തരം സി ആണ്. 1ഉം 3ഉമാണ് ശരി. 1ഉം 3ഉം ആണ് ശരി. അതായത് ചില കേസുകളിൽ കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. 2, മനുഷ്യാവകാശ ലംഘനമുണ്ടായാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസെടുക്കാനുള്ള അവകാശമുള്ളൂ. അടുത്ത ചോദ്യം, മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൻ്റെയും UDHR ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയുടെയും ഭാഗമായ വനിതാ അംഗത്തെ തിരിച്ചറിയുക. ഇവിടെ ഉത്തരം ഡി ആണ്. ഹൻസ ജീവരാജ് മെഹ്ത്ത. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പറല്ലാത്തത് ആര്? ഒന്നാമത്തെ ഓപ്ഷൻ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. രണ്ടാമത്തെ ഓപ്ഷൻ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി. മൂന്നാമത്തെ ഓപ്ഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. നാലാമത്തെ ഓപ്ഷൻ ദേശീയ പട്ടിക ജാതി കമ്മീഷൻ ചെയർമാൻ. ഇവിടെ ഉത്തരം ബി ആണ്. കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി. അടുത്ത ചോദ്യം, 2019 മനുഷ്യ അവകാശ സംരക്ഷണ ഭേദഗതി നിയമത്തിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രാതിനിധ്യം കൊടുത്തത് താഴെ പറയുന്നവരിൽ ആർക്കാണ്? ഒന്നാമത്തെ ഓപ്ഷൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. രണ്ടാമത്തെ ഓപ്ഷൻ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. മൂന്നാമത്തെ ഓപ്ഷൻ പട്ടിക വർഗ കമ്മീഷൻ ചെയർപേഴ്സൺ. നാലാമത്തെ ഓപ്ഷൻ മേൽ പ്രസ്താവിച്ച എല്ലാവരും. ഇവിടെ ഉത്തരം എ ആണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ പ്രസിഡൻറ്റിന്. രണ്ടാമത്തെ ഓപ്ഷൻ കേന്ദ്ര സർക്കാരിന്. മൂന്നാമത്തെ ഓപ്ഷൻ പ്രധാനമന്ത്രിക്ക്. നാലാമത്തെ ഓപ്ഷൻ ലോക്സഭ സ്പീക്കർക്ക്. ഇവിടെ ഉത്തരം ബി ആണ്. കേന്ദ്ര സർക്കാരിന്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ ഭരണഘടനാ സ്ഥാപനം. രണ്ടാമത്തെ ഓപ്ഷൻ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു വകുപ്പ്. മൂന്നാമത്തെ ഓപ്ഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. നാലാമത്തെ ഓപ്ഷൻ ഒരു പൊതുമേഖലാ സ്ഥാപനം. ഇവിടെ ഉത്തരം സി ആണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അടുത്ത ചോദ്യം, സാർവദേശിക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ആണ്. ഡിസംബർ 10. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഇവിടെ ഈ ചോദ്യത്തിൽ ഓപ്ഷൻ തന്നിട്ടില്ല. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വിജയ ഭാരതി സയാനിയാണ് ആക്ടിംഗ് ചെയർമാൻ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവരിൽ മനുഷ്യാവകാശ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വ്യക്തി. ഇവിടെ ഉത്തരം സി ആണ്. അരുന്ധതി റോയ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ ഓപ്ഷൻ 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. രണ്ടാമത്തെ ഓപ്ഷൻ അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. മൂന്നാമത്തെ ഓപ്ഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഇവിടെ ഉത്തരം ബി ആണ്. 1ഉം 3ഉമാണ് ശരി. 1ഉം
3 ആണ് ശരി. അതായത് 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. അടുത്ത ഓപ്ഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി. ഒന്നാമത്തെ ഓപ്ഷൻ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. രണ്ടാമത്തെ ഓപ്ഷൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. മൂന്നാമത്തെ ഓപ്ഷൻ ജസ്റ്റിസ് ഫാത്തിമ ബീവി. നാലാമത്തെ ഓപ്ഷൻ ജസ്റ്റിസ് HL ദത്തു. ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഇവിടെ ഉത്തരം ഡി ആണ്, ന്യൂയോർക്കാണ്. അടുത്ത ചോദ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏത്? ഇവിടെ ഉത്തരം ബി ആണ്, അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. അടുത്ത ചോദ്യം, മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഇവിടെ ഉത്തരം സി ആണ്, VR കൃഷ്ണ അയ്യർ. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ഉത്തരം ബി ആണ്, 1998. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഉത്തരം എ ആണ്, 1998 ഡിസംബർ 11 നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ. ഒന്നാമത്തെ ഓപ്ഷൻ ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്. രണ്ടാമത്തെ ഓപ്ഷൻ KM ജോസഫ്. മൂന്നാമത്തെ ഓപ്ഷൻ MN വെങ്കട ചെല്ലയ്യ. നാലാമത്തെ ഓപ്ഷൻ MM പരീത് പിള്ള. ഇവിടെ ഉത്തരം ഡി ആണ്, MM പരീത് പിള്ളയാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ഒന്നാമത്തെ ഓപ്ഷൻ സംസ്ഥാന പ്രതിപക്ഷ നേതാവ്. രണ്ടാമത്തെ ഓപ്ഷൻ മുഖ്യമന്ത്രി. മൂന്നാമത്തെ ഓപ്ഷൻ നിയമസഭാ സ്പീക്കർ. നാലാമത്തെ ഓപ്ഷൻ ഗവർണർ. ഇവിടെ ഉത്തരം ബി ആണ്, മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ അംഗങ്ങളെ നിയമിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ പ്രസിഡൻറ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ മുഖ്യമന്ത്രി. മൂന്നാമത്തെ ഓപ്ഷൻ സംസ്ഥാന ഗവർണർ. നാലാമത്തെ ഓപ്ഷൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇവിടെ ഉത്തരം സി ആണ്, സംസ്ഥാന ഗവർണർ. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ രാഷ്ട്രപതി. രണ്ടാമത്തെ ഓപ്ഷൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. മൂന്നാമത്തെ ഓപ്ഷൻ മുഖ്യമന്ത്രി. നാലാമത്തെ ഓപ്ഷൻ ഗവർണർ. ഇവിടെ ഉത്തരം ഡി തന്നെയാണ്, ഗവർണർ. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ്. ഒന്നാമത്തെ ഓപ്ഷൻ 3 വർഷ കാലയളവ്, പുനർ നിയമന യോഗ്യതയുണ്ട്. അടുത്ത ഓപ്ഷൻ 3 വർഷ കാലയളവ്, പുനർ നിയമന യോഗ്യതയില്ല. മൂന്നാമത്തെ ഓപ്ഷൻ 5 വർഷ കാലയളവ്, പുനർ നിയമന യോഗ്യതയുണ്ട്. നാലാമത്തെ ഓപ്ഷൻ 5 വർഷ കാലയളവ്, പുനർ നിയമന യോഗ്യത ഇല്ല. ഇവിടെ ഉത്തരം എ ആണ്, 3 വർഷ കാലയളവ്, പുനർ നിയമന യോഗ്യതയുണ്ട്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ Dr. S. ബലരാമൻ, ശ്രീ TK വിൽസൺ എന്നിവർ
ആദ്യ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു? ഇവിടെ ഉത്തരം ആൻസർ ഡി ആണ്. ഓൾ ദ എബവ് എന്നാണ് തന്നിട്ടുള്ളത്. അതായത് 1, 2, 3 ശരിയാണ് എന്ന്. എന്നാൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആൻ്റണി ഡൊമിനിക് അല്ല. നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സണാണ് അലക്സാണ്ടർ തോമസ്. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും, രണ്ടാമത്തെ ഓപ്ഷൻ ഒരു ചെയർപേഴ്സണും 3 അംഗങ്ങളും, മൂന്നാമത്തെ ഓപ്ഷൻ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും, നാലാമത്തെ ഓപ്ഷൻ ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും. ഇവിടെ ഉത്തരം എ ആണ്. ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ഉള്ള ചെയർപേഴ്സണെയും അംഗങ്ങളെയും സംബന്ധിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള ശുപാർശ ചെയ്യുന്ന സമിതിയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ ചെയർപേഴ്സൺ ആയി നിയമിതനായ ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക് കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇവിടെ ഉത്തരം എ ആണ്. പ്രസ്താവനകൾ രണ്ടും ശരിയാണ്. അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള ശുപാർശ ചെയ്യുന്ന സമിതിയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ ചെയർപേഴ്സണായി നിയമിതനായ ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക് കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ ചെയ്യാം. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മോട്ടിവേഷൻ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം.